നിലമ്പൂരിൽ ഫലം എന്താകുമെന്ന കാത്തിരിപ്പിലാണ് സ്ഥാനാർത്ഥികൾ. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് NDA സ്ഥാനാർത്ഥി ചേരുന്നു. കണക്കെടുപ്പൊക്കെ നടത്തിയോ? എന്താണൊരു അന്തിമ ചിത്രം? ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. പ്രവചനാതീതമാണ് നിലമ്പൂരത്തെ ഫലം വരാൻ പോകുന്നത്. അടിയൊഴുക്കൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. ഞങ്ങൾ ശക്തമായി മുന്നേറും. പിന്നെ വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. 2016 BJPയുടെ നിയമസഭാ സെഗ്മെന്റിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് 12,000 ചില്ലാൻ വോട്ടാണ്. അതിനുശേഷം കഴിഞ്ഞ തവണ കുറയാണ് ഉണ്ടായത്. അതിനൊക്കെ മുകളിൽ പോവോ? ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കും. കാരണം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. നരേന്ദ്രമോദിജിയുടെ വികസന നയത്തോട് ആളുകൾ പ്രതികരിക്കും. കുടിയേറ്റ മേഖലകളിൽ, പിന്നെ മലയോര മേഖലകളിൽ കർഷകരുടെയൊക്കെ എക്സ് മിലിറ്ററിക്കാർ, ജവാന്മാരുടെയൊക്കെ വലിയൊരു സ്വാധീനം ഞങ്ങൾക്കുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ വലിയ രീതിയിൽ ആവശ്യത്തോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഞങ്ങളെല്ലാം വർക്ക് ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ അത് നമ്മൾ നീങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൽ നല്ലൊരു വർക്ക് ഇവിടെ നടന്നി. ഞങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്നും കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാ മേഖലയിലും കിട്ടും എന്നുള്ള ധാരണയാണ്. വോട്ട് ചോർച്ച എന്തെങ്കിലും ഭയക്കുന്നുണ്ടോ? അക്കാര്യത്തെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക പാറ്റേണാണ്. അവിടെ തെരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായിട്ട് എല്ലാവരും പ്രവർത്തിക്കുമല്ലോ. അപ്പോൾ അതിൽ പിന്നെ ചില സ്വാധീനങ്ങൾ ഉണ്ടാകാമായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോട്ട് ചോർച്ച ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുഴപ്പമുണ്ടാവില്ല. കാരണം BJP വളരെ സജീവമായിട്ടുണ്ട്. പിന്നെ താമര ചിഹ്നത്തിലല്ലേ ഞാൻ മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ബിനു പാവമ്മയ്ക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.